അജ്ഞാതനായ കൊലയാളിയെ തേടിയിറങ്ങിയ സിറ്റി ഷാഡോ പോലീസിന് ആദ്യം ലഭിച്ചത് കറുത്ത തൊപ്പിയും മാസ്കും ഷർട്ടും ധരിച്ച വ്യക്തിയുടെ ഈ ദൃശ്യങ്ങളാണ്. ഇയാളാകും പ്രതിയെന്ന് ഉറപ്പിച്ച ശേഷം അയാൾ സഞ്ചരിച്ച വഴിയിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. അതെല്ലാം ചേർത്ത് വെച്ചപ്പോൾ ആ ദിവസം പ്രതി രാജേന്ദ്രന്റെ മുഴുവൻ നീക്കങ്ങളും പോലീസിനു മുന്നിൽ തെളിഞ്ഞു വന്നു. അന്ന് രാവിലെ രാജേന്ദ്രൻ എത്തിയത് അയാൾ ജോലി ചെയ്യുന്ന പേരൂർക്കടയിലെ ടീ സ്റ്റോളിലാണ്. രാവിലെ 10:20 ഇത്. പ്രഭാത ഭക്ഷണം കഴിച്ച് താമസ സ്ഥലത്തേക്ക് മടങ്ങി. 11:29 രാജേന്ദ്രൻ കറുത്ത പാന്റും വെള്ള ഫുൾ സ്ലീവ് ഷർട്ടും കറുത്ത മാസ്കും ധരിച്ച് തലയിലൊരു കെട്ടുമായി അമ്പലമുക്ക് ജംഗ്ഷനിലൂടെ നടന്നുപോകുന്നു. മുട്ടട കുറവൻകോണം ഭാഗത്തേക്കാണ് പോയത്. ഇരയെ തേടിയുള്ള കൊലയാളിയുടെ സഞ്ചാരം. 11:32 ആയപ്പോഴേക്കും സാന്ത്വനം ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് അലങ്കാരച്ചെടിക്കട സ്ഥിതി ചെയ്യുന്ന കുറവൻകോണം ഭാഗത്തേക്ക് പോകുന്നു. 11:33 വിനീത ജോലി ചെയ്യുന്ന അലങ്കാരച്ചെടി വിൽപ്പനശാലയ്ക്ക് സമീപമുള്ള വീടിന്റെ CCTVയിൽ രാജേന്ദ്രൻ നടന്നുപോകുന്ന ദൃശ്യങ്ങളുണ്ട്. 11:52 കൊലപാതകം നടത്തിയ ശേഷം സ്വർണമാലയുമായി മടങ്ങിപ്പോകുന്ന രാജേന്ദ്രന്റെ ദൃശ്യം അതേ വീടിന്റെ CCTVയിൽ പതിഞ്ഞു. 11:54 രക്തം പുരണ്ട ഷർട്ടുമായി രാജേന്ദ്രൻ വീണ്ടും സ്വാന്തന ആശുപത്രിയുടെ മുന്നിലെത്തി. അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി മുട്ടടയിലേക്ക് പോയി. അവിടെ അലപ്പുറം കുളത്തിൽ രക്തം പുരണ്ട ഷർട്ട് ഉപേക്ഷിച്ചു. ഷർട്ടിനടിയിലുണ്ടായിരുന്ന ടീഷർട്ടും ധരിച്ചാണ് അവിടെ നിന്ന് പോയത്. (12:06) മുട്ടട ഹെൽത്ത് സെന്ററിന് സമീപത്ത് നിന്ന് സ്കൂട്ടർ യാത്രക്കാരനെ കൈകാണിച്ചു നിർത്തി അയാളുടെ വാഹനത്തിൽ കയറി പരുത്തിപ്പാറ ഭാഗത്തേക്ക് പോയി. 12:11 പരുത്തിപ്പാറയിൽ നിന്ന് സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് കേശവദാസപുരത്തേക്ക് പോയി. 12:13 കേശവദാസപുരത്ത് നിന്ന് ഇതേ സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് രാജേന്ദ്രൻ ഉള്ളൂരിലേക്ക് പോകുന്നത് കാണാം. ഉള്ളൂരിലിറങ്ങി അവിടെ നിന്ന് ഓട്ടോയിൽ കേശവദാസപുരം ഭാഗത്തേക്ക് പോയി. ഓട്ടോ ഇവിടെ പമ്പിൽ കയറി ഇന്ധനം നിറച്ചു. 12:38 അതേ ഓട്ടോയിൽ പേരൂർക്കടയിലെത്തി. പേരൂർക്കട ആശുപത്രിക്ക് സമീപമാണ് രാജേന്ദ്രൻ ഇറങ്ങിയത്. ആശുപത്രിക്ക് മുന്നിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് പ്രതി നടന്നുപോകുന്ന ദൃശ്യങ്ങളാണിത്. രാത്രി 7:40 കൈക്കുപറ്റിയ മുറിവിന് ചികിത്സ തേടി സുഹൃത്തിനൊപ്പം പേരൂർക്കട ജില്ലാ ആശുപത്രിയിലെത്തുന്നു. ആ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. പിറ്റേ ദിവസം രാവിലെ 8 സുഖമില്ലെന്ന് പറഞ്ഞ് സ്വദേശമായ തമിഴ്നാട്ടിലെ കാവൽക്കിണറിലേക്ക് പോയി. മോഷ്ടിച്ച സ്വർണമാല അവിടെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചു. അന്ന് 3 മണിക്ക് കാവൽക്കിണറിലെ ഇന്ത്യൻ ബാങ്കിന്റെ ശാഖയിലും അയാളെത്തി. ഈ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. ഈ ദൃശ്യങ്ങളിലൂടെയാണ് തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസും പേരൂർക്കട പോലീസും രാജേന്ദ്രൻ എന്ന കൊടും ക്രിമിനലിലേക്ക് എത്തിയത്. കൊലപാതകം നടന്ന് 5-ാം ദിവസം പ്രതി പിടിയിലായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.